അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ചിക്കൻ ചൊക്കയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ലെണ്ണയാണ് ഇറച്ചിക്കറിക്ക് ഏറ്റവും ബെറ്റർ. നല്ലെണ്ണയാണ്, വെളിച്ചെണ്ണ ഓയിലൊന്നും ഉപയോഗിക്കരുത്. അതേപോലെ എന്നിട്ട് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ അത് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കരിയാതെ സ്ലിമ്മിൽ വെച്ച് നല്ലപോലെ അതൊന്ന് സെറ്റ് ചെയ്ത് വരണം. സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് കുറച്ച് കൂടെ ഉപ്പ് അതും ഇട്ട് കൊടുത്ത് കരിയാതെ സ്ലിമ്മിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്യണം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു നോർമലിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ എണ്ണ ഊറി വന്നോളും. എന്നിട്ട് നല്ല സ്ലിമ്മ് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 സബോള, 1 തക്കാളി ഇട്ട് കൊടുത്തു. കൂടെ വറമുളക് 4 എണ്ണം ഇട്ട് കൊടുത്ത് നല്ലപോലെ അതിനൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ലപോലെ തന്നെ ഉടയ്ക്കണം. ഉടച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് ഈ കറി രുചി ഉണ്ടാവുള്ളൂ. നല്ലപോലെ ഉടച്ച് സെറ്റായി വന്ന ശേഷം നമുക്ക് കുറച്ച് സമയം അത് മൂടി വയ്ക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ലൊന്ന് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് നല്ലൊരു മണം വരുന്ന സമയം വരെ നമുക്കതൊന്ന് അടച്ച് വെച്ച് എന്ന ശേഷം തുറക്കുക. തുറന്ന ശേഷം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് കൂടെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ വെള്ളം തന്നെയാണ്. പിന്നെ ചിക്കനിലെ വെള്ളവും എല്ലാം കൂടി നോർമൽ വെള്ളമായിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ച് മൂടി തുറന്ന ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൾ വന്നു. ഞാൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് എൻ്റെ പകുതി വീഡിയോസ് നഷ്ടമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ തന്നെ മൊബൈൽ വാങ്ങിച്ച് വീഡിയോ ഫുള്ളാക്കിയിട്ടുണ്ട്. ഡിലീറ്റ് ആക്കാനും പറ്റില്ല, ഇനി വീഡിയോ എടുക്കാൻ സമയവുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ തിരിച്ച് ഞാൻ തന്നെ മൊബൈൽ വാങ്ങിച്ച് നല്ലപോലെ സ്ലിമ്മിൽ വെച്ച് ആ വെള്ളമൊക്കെ വറ്റണ വരെ നല്ല ഗ്രേവി രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്തു നോക്കണം. പലഹാരത്തിനാണ് ഏറ്റവും ബെറ്റർ. ചോറിനും പറ്റും, എല്ലാത്തിനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.